നമ്മുടെ സുഹൃത്ത് ബന്ധം തയ്യാറായിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള വീഡിയോയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് കേട്ടോ. സുഹൃത്തുമായിട്ട് ഒരിക്കൽ നിങ്ങൾ പൈസ കടം കൊടുക്കുകയോ മേടിക്കുകയോ ചെയ്യരുത്. കാരണം കടം ചോദിക്കുന്നവരായിരിക്കും നമ്മൾ കൊടുത്ത പൈസ തിരിച്ച് ചോദിക്കാൻ ചെല്ലുമ്പോൾ അവർ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവും. നിങ്ങൾക്കത് ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെയൊക്കെ അല്ലേ. കാരണം നമ്മൾ പൈസ സ്നേഹത്തിന് നമ്മൾ കൊടുക്കും, പക്ഷെ അത് മേടിക്കുന്ന സ്പീഡ് ഉണ്ടാവില്ല തിരിച്ച് തരുമ്പോൾ കേട്ടോ. നിങ്ങൾക്കത് അനുഭവം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്നേഹിതമായിട്ടുള്ള ഒരിക്കലും പൈസ ഇടപാട് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ബന്ധം തകർന്നു പോകില്ല കേട്ടോ. പിന്നെ എത്ര ആത്മാർത്ഥ സുഹൃത്തുക്കൾ പോലും നമ്മുടെ വീട്ടിൽ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക. കാരണം പലപ്പോഴും പല കുടുംബങ്ങളിലും ബന്ധം തകരാൻ കാരണം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വീട്ടിൽ സർവ്വ സ്വാതന്ത്ര്യം കൊടുക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെ അനുഭവം. അപ്പോൾ ഒരിക്കലും എത്ര ആത്മാർത്ഥത സ്നേഹിക്കുന്നതാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ ഒരിക്കലും നമ്മളെക്കാൾ ഒരു സ്വാതന്ത്ര്യം അവർക്ക് ഒരിക്കലും കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം കേട്ടോ. പിന്നെ എന്തൊക്കെയായാലും നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ സുഹൃത്തുമായിട്ട് ഒരിക്കലും പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ഒരിക്കലും തുടങ്ങരുത്. അത് പിന്നീട് ഭയങ്കര തകർച്ചയിലേക്ക് ചെന്ന് ഒത്തിരി പേരെ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. ഒരുമിച്ച് ഷെയർ ഇട്ട് ബിസിനസ് തുടങ്ങി അത് പൊളിഞ്ഞു, അല്ലെങ്കിൽ അവൻ പറ്റിച്ചു അങ്ങനെ ഒത്തിരി അനുഭവം കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു സുഹൃത്തുമായിട്ട് ഒരിക്കലും ഒരു പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് തുടങ്ങാതിരിക്കുക കേട്ടോ.